Hi guys, welcome back to my channel One Milation. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കളറിംഗ് സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ കളറിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ കണ്ടിന്യൂവേഷനുള്ള സെക്കൻഡ് എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അത് പോയി കാണാം. അതിന്റെ ബേസ് ചെയ്തിട്ടാണ് ഈ കണ്ടിന്യൂഷൻ ആണ് ഈ വീഡിയോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഇപ്പൊ കണ്ടിട്ട് വരാം. ഞാനതൊന്നും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വരാം. ഇത് സെക്കൻഡ് എപ്പിസോഡാണ്. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സീനറി നമ്മൾ പെയിന്റ് ചെയ്യും, വരയ്ക്കും, അത് കഴിഞ്ഞ് പെയിന്റ് ചെയ്യും. അതിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ടിപ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊരു ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്തെടുക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ചെറിയ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ പറ്റിയ പോലത്തെ ഒരു സിമ്പിൾ ആയിട്ട് ഡ്രോയിങ് ആണ് ചെയ്യാൻ പോകണേ. പിന്നെ ഞാനിത് ഡ്രോയിങ് വീഡിയോയുടെ ലാസ്റ്റ് ആ ഡ്രോയിങ് ഫുള്ളായിട്ട് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് വരച്ച് പഠിക്കണമെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പിന്നെ വരച്ച് പഠിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം. അപ്പോൾ ഇനി നമുക്ക് വൈകിക്കേണ്ട നേരെ വീഡിയോയ്ക്ക് പോവാം. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റ് ഒക്കെ ചെയ്യാം. ഇനി വീഡിയോയ്ക്ക് പോവാം. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ എൻ്റെ അടുത്ത് കുറച്ച് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുമ്പ് അത് ക്ലിയർ ചെയ്തിട്ട് വീഡിയോയ്ക്ക് കിടക്കാം. ഏത് ക്രയോൺസ് ആണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞത് ഞാൻ ഈ ക്യാമലിൻ്റെ ഓയിൽ പേസ്റ്റൽസ് ആണ് യൂസ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ഇതന്നെ വാങ്ങിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ ഏത് ഓയിൽ പേസ്റ്റൽസ് ആണോ അവൈലബിൾ അത് യൂസ് ചെയ്താൽ മതി. പിന്നെ ക്രയോൺസ് ആണെന്നുണ്ടെങ്കിലും സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ അതായാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്യണ ഡ്രോയിങ് ബുക്ക് ഈ ഡ്രോയിങ് ബുക്കാണ്. ഇതിന് 175 റുപ്പീസാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉള്ള ഡ്രോയിങ് ബുക്ക് ഏതാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്താൽ മതി. സാധാ ബുക്കിൽ വരച്ച് പഠിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാ ബുക്കിലായാലും കുഴപ്പമില്ല. ഇങ്ങനത്തെ ഡ്രോയിങ് ബുക്ക് ആകുമ്പോൾ നമ്മൾ കുറേ നാൾ നമുക്ക് എടുത്ത് വെക്കാം, പെട്ടെന്ന് കേടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ഡ്രോയിങ് ബുക്ക് വാങ്ങിച്ചിട്ട് ഡ്രോയിങ് പഠിക്കാനായിട്ട് നോക്കാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതില്ല എന്നുണ്ടെങ്കിൽ സാധാ നോട്ട് ബുക്കിലായാലും ആദ്യം വരച്ച് പഠിക്കാനൊക്കെ ആയിട്ട് അതൊക്കെ മതി, നോ പ്രോബ്ലം. പിന്നെ ഏറ്റവും വില കുറവിൻ്റെ എന്ന് പറയുകയാണെങ്കിൽ ക്ലാസ്മേറ്റിൻ്റെ ചെറിയ ബുക്സ് കിട്ടും, ഡ്രോയിങ് ബുക്ക്. അത് സാധാരണ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാവും. ആ ബുക്സ് വാങ്ങിച്ച് വരയ്ക്കുകയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇതൊക്കെ ഇത്തിരി കൂടിയും കട്ടി കൂടി പേജസ് ഉള്ള ബുക്കാണ്. അപ്പോൾ അത് വാങ്ങിക്കാൻ പറ്റുന്നത് അത് വാങ്ങിച്ച് വരയ്ക്കും. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ഒരു ബ്ലാക്ക് സ്കെച്ച് പെൻ വാങ്ങിക്കാം. ഇതൊക്കെയാണ് നമ്മൾ ഈ ഡ്രോയിങ് സീരീസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഒപ്പം സുഖമായിട്ട് വരച്ച് പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി വിളിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഏകദേശം സെൻറ്ററിലായിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു വീട്, ഒരു ഹട്ട് പോലെ ആണ് വരയ്ക്കണേ. ഒരു ചെറിയൊരു വീട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ മേൽക്കൂര വരച്ചു. അതിനുശേഷം താഴെ അതൊക്കെ വരച്ച് ഇനി ഇതിൻ്റെ വാതിൽ നമുക്ക് വരയ്ക്കണല്ലോ, വീടിൻ്റെ വാതിൽ വരയ്ക്കുക. അപ്പോൾ വാതിലിൻ്റെ മുകളിൽ ഇങ്ങനെ ഓല കൊണ്ടിട്ട് ഇങ്ങനെ മേഞ്ഞിട്ടൊരു സംഭവം കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കെട്ടാനായിട്ടുള്ളൊരു വടിയും അവിടെ കുത്തിയിട്ടുണ്ട്. അതും വരയ്ക്കുക. ഇനി ആ വീടിൻ്റെ വാതിൽ വരച്ചു കൊടുക്കുക. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നമുക്കൊരു വാതിൽ വരയ്ക്കണം, അതും കൂടി വരച്ച് കൊടുക്കുക. ഇനി അതിന് ശേഷം അതിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു വീടും കൂടി നമുക്ക് വരച്ചെടുക്കാം. ആ ചെറിയ വീട് വരയ്ക്കുക. അതുപോലെ ചെറിയ 2 വിൻഡോസും കൂടി വരച്ച് കൊടുക്കുക. ഇനി അതിന് ശേഷം നമുക്ക് സൈഡിലായിട്ട് കുറച്ച് മരം, പിന്നെ കുറച്ച് പുല്ലൊക്കെ വരച്ച് കൊടുക്കാം. അപ്പോൾ സൈഡിലായിട്ട് ഇവിടെ ഒരു ട്രീ വരയ്ക്കുന്നുണ്ട്. ട്രീൻ്റെ നമ്മൾ ഇലകൾ ഇങ്ങനെ റാറായിട്ടിട്ട് നമ്മളിങ്ങനെ വരയ്ക്കില്ലേ, സാധാ നമ്മൾ ട്രീസ് വരയ്ക്കണം. നമ്മൾ സിമ്പിളായിട്ട് ഇതുപോലെ വരച്ചെടുക്കാം. ഇനി സൈഡിലായിട്ട് കുറച്ച് പുല്ലും കൂടി ഇങ്ങനെ വരച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇത് ഒപ്പം വരച്ച് പോകാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇത് വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് വരയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വരച്ച് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് നോക്കിയിട്ട് നിങ്ങൾ വരച്ചാലും മതി. ഈ നെക്സ്റ്റ് ആയിട്ട് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയൊരു കുളം ഉണ്ട്. പിന്നെ കുളത്തിൽ ഒരു വഞ്ചിയും കിടക്കുന്നുണ്ട്. അത് നമുക്ക് വഞ്ചി വരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ വരയ്ക്കണ പോലെ തന്നെ വരച്ചെടുക്കാം. പിന്നെ വഞ്ചിയുടെ മുകളിലായിട്ട് ഇതുപോലെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഈ വഞ്ചിയിൽ ഇരിക്കാനായിട്ട് ഇങ്ങനെ പലകകൾ പോലെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതും കൂടി ഇതുപോലെ 2 ലൈൻസ് ഇങ്ങനെ ഇട്ട് വരയ്ക്കാം. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് കുളം വരച്ചെടുക്കണം. കുളം വരയ്ക്കാനായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കിടക്കണ പോലെ സിമ്പിളായിട്ട് ഇതുപോലെ വരച്ചെടുക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ഇമേജ്. ഇതിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ട് സിമ്പിളായിട്ട് വരച്ചെടുക്കാം. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം, കളറിങ്. അപ്പോൾ അതിന് മുമ്പായിട്ടൊരു സ്റ്റെപ്പ് ഉണ്ട്, ഔട്ട്ലൈനിങ്. നിങ്ങളൊരു ബ്ലാക്ക് സ്കെച്ച് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടെല്ലാം ഒന്ന് ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓയിൽ പേസ്റ്റൽസ് യൂസ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഔട്ട്ലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെയും ചെയ്യാം, ഏതായാലും കുഴപ്പമില്ല. ഔട്ട്ലൈൻ ചെയ്താൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഡ്രോയിങ് കോമ്പറ്റീഷൻസിനൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഔട്ട്ലൈൻ ചെയ്ത് വരച്ചാലും നല്ലതായിരിക്കും.
ഇതുപോലെ നമ്മൾ ഫുള്ള് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ വരച്ചതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നോക്കിയിട്ട് ഇതുപോലെ സിമ്പിളായിട്ട് എല്ലാം ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ബ്ലാക്ക് സ്കെച്ച് വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി നമുക്ക് കുറേ ഡ്രോയിങ്സ് നമ്മൾ ചെയ്യും. അടുത്ത സൺഡേ അടുത്ത വീഡിയോ വരും. അപ്പോൾ അതൊക്കെ ചെയ്ത് ഒരുമിച്ച് വരച്ച് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെ വേഗം തന്നെ ഫുൾ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ബാക്കിലുള്ള മരമൊക്കെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് ബാക്കിയുള്ളത് ഈ വഞ്ചിയും കൂടിയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. പിന്നെ താഴെയുള്ള വെള്ളം ഇങ്ങനെ ഒഴുകി കിടക്കണ പോലെ ഉണ്ട്. അപ്പോൾ അതും ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. ഇത് ഏകദേശം ഇപ്പോൾ നമ്മുടെ ഫുള്ള് ഔട്ട്ലൈനിങ് ഇപ്പോൾ കഴിയാറായിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പാണ് കളറിങ്. അപ്പോൾ ഞാൻ കളറിങ്ങൊക്കെ അപ്പോൾ നമുക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തോ. അപ്പോൾ ഇതുപോലെ നോക്കി വരയ്ക്കാനായിട്ട്. ഇനി നമുക്ക് കളറിങ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടിപ്സൊക്കെ ഓർമ്മയിൽ വെക്കുക. നമ്മളിപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റ കളേഴ്സ് യൂസ് ചെയ്ത് വരയ്ക്കാണ്ട് 2-3 കളേഴ്സ് യൂസ് ചെയ്ത് ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്കൈ ആണ് ഇപ്പോൾ ചെയ്യണേ. പിന്നെ ആദ്യം തന്നെ ഡാർക്ക് ബ്ലൂ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ലൈറ്റ് ബ്ലൂ വെച്ചിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ സാധാരണ ഉണ്ണികളൊക്കെയാണെങ്കിൽ ഇപ്പോൾ എന്താ ചെയ്യുക, മൊത്തം ആ സ്കൈ ബ്ലൂ വെച്ച് ഫുള്ള് ആകാശം അടിച്ചു കൊടുക്കും. അതിന് പകരം ഇതുപോലെ കുറച്ച് ഡാർക്ക് ബ്ലൂ കൊടുത്തിട്ട് പിന്നെ അതിന് ശേഷം ലൈറ്റ് ബ്ലൂ വെച്ചിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഭംഗിയുണ്ടാവും നിങ്ങളുടെ ഇമേജ് കാണാൻ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളിലും സ്കൈ ബാക്കിൽ കാണുന്ന സ്കൈ മൊത്തം ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഒറ്റ കളർ കൊടുക്കുന്നതും അതുപോലെ 2 കളേഴ്സ് കൊടുത്തപ്പോഴും കുറച്ച് ഡിഫറൻസ് വന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കളർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ഇതുപോലെ തന്നെ ബാക്കിലുള്ള ആ ട്രീ ഒക്കെ ഇതുപോലെ കളർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് ഇതുപോലെ സർക്കുലർ മോഷനിൽ ഇതുപോലെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ലൈറ്റ് ഗ്രീൻ എടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ കളർ ചെയ്ത് അത് രണ്ടും കൂടി ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് യെല്ലോ എടുത്തിട്ട് മുകളിൽ ആ ട്രീൻ്റെ മുകളിൽ യെല്ലോയും കൂടിയും കൂട്ടിയിട്ട് അപ്പോൾ 3 കളേഴ്സ് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ട്രീൻ്റെ ആ ഇല വരച്ചത്. ഇതുപോലെ തന്നെ നെക്സ്റ്റ് ട്രീയും കളർ ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് മരത്തിൻ്റെ ആ തണ്ടില്ലേ അതൊന്ന് കളർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനും ഞാൻ അവിടെ 2 കളർ എടുക്കേണ്ടത്. ഇതുപോലെ ലൈറ്റ് ബ്രൗൺ എടുത്തു. അത് വെച്ചിട്ട് ആദ്യം കുറച്ച് പോർഷൻ ഇതുപോലെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ട് ഡാർക്ക് ബ്രൗൺ എടുത്തിട്ട് ബാക്കി പോർഷൻ ഇതുപോലെ കളർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ട്രീയും ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ആ വീടില്ലേ, നമ്മുടെ വീട് കളർ ചെയ്യാൻ തുടങ്ങാം. ഇതൊരു കുടിലാണ്. അപ്പോൾ ഞാനിവിടെ മേൽക്കൂരയ്ക്ക് വൈക്കോല് ഇട്ടിട്ടുള്ള മേൽക്കൂരയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ലൈറ്റ് ബ്രൗണും അതുപോലെ ഡാർക്ക് ബ്രൗണും പിന്നെ ഒരു ഡാർക്ക് യെല്ലോ ഒക്കെ കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷനിലാണ് ഞാനിവിടെ ഹട്ട് കളർ ചെയ്തെടുക്കണേ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കളേഴ്സ് യൂസ് ചെയ്തും കൊടുക്കാം, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഡാർക്ക് പോലത്തെ ഒരു ബ്രൗണിൻ്റെ ഒരു ഷെയ്ഡ് കൊടുത്തു. അതിനുശേഷം വീണ്ടും ഒരു യെല്ലോൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുത്തു. അതിനുശേഷം യെല്ലോ കൊടുത്തു. അപ്പോൾ ആ മേൽക്കൂര ഫുള്ള് കംപ്ലീറ്റ് ആയി. ഇതുപോലെ ഈ കളർ കോമ്പിനേഷൻസ് വെച്ചിട്ട് തന്നെ ആ ഹട്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുക്കാം നിങ്ങൾ. ഇനി നമുക്ക് ആ വാതിലിൻ്റെ ഉള്ളിൽ കുറച്ച് ഡാർക്കറായിട്ടുള്ള ഷെയ്ഡ് വേണം. അപ്പോൾ ആ ഡാർക്കറായിട്ട് ഇവിടെ ഡാർക്ക് ബ്രൗൺ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ കൊടുത്തെടുക്കുക. ഓൾമോസ്റ്റ് നമ്മുടെ ആ ഹട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിയാഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് അപ്പുറത്തുള്ള ആ ഒരു ചെറിയൊരു വീട് പോലുള്ളത് ഡാർക്ക് ബ്രൗൺ വെച്ചിട്ട് മേൽക്കൂരയും ഡാർക്ക് ബ്രൗണും അതുപോലെ ലൈറ്റ് ബ്രൗണും വെച്ചിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്തിട്ട് ആ മേൽക്കൂര ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തു. പിന്നെ താഴെയുള്ള പോർഷൻ ഞാൻ ഓറഞ്ചല്ല യെല്ലോ വെച്ചിട്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ അതിൻ്റെ വിൻഡോ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡാർക്ക് ബ്രൗൺ വെച്ചിട്ട് ഉള്ളിൽ അടിച്ചു കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കൊടുക്കാം. പക്ഷേ ബ്ലാക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ എപ്പിസോഡ് 1 ഞാൻ ബ്ലാക്ക് യൂസ് ചെയ്യുമ്പോൾ പ്രോബ്ലംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കി നോക്കാം നിങ്ങളതിൽ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ബ്ലാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് കൊടുക്കാം. നെക്സ്റ്റ് ബാക്കിലുള്ള ആ ഗ്രാസും കൂടിയും ഇതുപോലെ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അതും ഇതുപോലെ തന്നെ 2-3 ഷെയ്ഡ്സ് വെച്ചിട്ടാണ് ഞാൻ കളർ ചെയ്തെടുക്കണം. ആദ്യം ഡാർക്ക് ബ്രൗൺ കൊടുത്തു, പിന്നെ ലൈറ്റ് ബ്രൗൺ കൊടുത്തിട്ടു, പിന്നെ മുകളിൽ കുറച്ച് യെല്ലോയും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ യെല്ലോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജിന്
ഒരു എടുപ്പുണ്ടാവും എപ്പോഴും നമ്മൾ കളർ ചെയ്യുമ്പോൾ യെല്ലോ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഇമേജിന് തന്നെ ഒരു പ്രത്യേക ഒരു എടുപ്പുണ്ടാവും. ഈ താഴെയുള്ള നിലം കളർ ചെയ്യാൻ പോവാണ്. അത് ഞാൻ പല ഷെയ്ഡ്സ് വെച്ചിട്ടാണ് കളർ ചെയ്യണത്. ലൈറ്റ് ബ്രൗൺ യൂസ് ചെയ്യുന്നുണ്ട്, യെല്ലോ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഓറഞ്ച്, ഗ്രീൻ, സാപ്പ് ഗ്രീൻ എന്ന് വെച്ചാൽ ഒരു ചാണകപ്പച്ച പോലത്തെ ഒരു ഗ്രീൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഗ്രീനെയാണ് സാപ്പ് ഗ്രീൻ എന്ന് പറയുക. അപ്പോൾ ആ ഗ്രീൻ, പിന്നെ ഡാർക്ക് ഗ്രീൻ യൂസ് ചെയ്യുന്നുണ്ട്, ബ്രൗൺ യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പല കളേഴ്സ് കൊടുത്തിട്ട് ഫുൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം പിന്നെ എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഭംഗിക്കുറവ് നോക്കണ്ട, അതിന് തന്നെ ഞാൻ തന്നെ എല്ലാ കളേഴ്സും ഇങ്ങനെ കൊടുത്തെടുത്തിട്ട് പിന്നെ അവസാനം എല്ലാം ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാം. അങ്ങനെയാണ് ഈ ഒരു ഇത് മെത്തേഡ് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയം പോവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് എടുക്കുകയാണെങ്കിലും ഭംഗിയുണ്ടാവും. ഞാനിപ്പോൾ വേഗം കഴിയാൻ വേണ്ടിയിട്ട് എളുപ്പവഴി ചെയ്തതാണ്. അപ്പോൾ അതിൽ തന്നെ എല്ലാ കളേഴ്സും ഇങ്ങനെ കൊടുത്തിട്ടിട്ട് അവസാനം ബ്ലെൻഡ് ചെയ്തെടുക്കാനാണ് ഞാൻ ചെയ്യണം. നിങ്ങൾക്കാണെങ്കിൽ ഓരോന്നോരോന്ന് ഒപ്പം തന്നെ ബ്ലെൻഡ് ചെയ്ത് പോയാലും കുഴപ്പമില്ല. ഇതുപോലെ നിലം ഫുള്ള് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഫുള്ള് കളർ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നിലം. ഇനി നെക്സ്റ്റ് നമുക്ക് ആ കുളം കൂടി കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുളത്തിൻ്റെ വെള്ളത്തിന് ഡാർക്ക് ബ്ലൂ വെച്ചിട്ട് ഷേഡോ വരാനായിട്ട് ചാൻസ് ഉള്ള ഏരിയാസിൽ ഡാർക്ക് ബ്ലൂ വെച്ച് കൊടുക്കുക. പിന്നെ ആ വഞ്ചിയുടെ താഴ്ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് ഡാർക്ക് ബ്ലൂ കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഏരിയാസ് ഫുള്ള് ലൈറ്റ് ബ്ലൂ വെച്ചിട്ട് ഇതുപോലെ കൊടുത്തെടുക്കാം. ഇപ്പോൾ ലൈറ്റ് ബ്ലൂ, പിന്നെ വെള്ളത്തിൽ നമുക്ക് മറ്റേ പായലൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രീനൊക്കെ കൊടുക്കാം. പിന്നെ വൈറ്റ് കളർ വേണമെങ്കിൽ കുറച്ച് പോർഷൻസ് കൊടുക്കാം. പിന്നെ പല കളേഴ്സ് വെച്ചിട്ട് ഇതുപോലെ ആ വെള്ളം കംപ്ലീറ്റ് ചെയ്ത് എടുക്കാം. ഓൾമോസ്റ്റ് നമ്മുടെ ആ കുളത്തിൽ വെള്ളം കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വഞ്ചി കളർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. വഞ്ചിക്ക് ഞാനിവിടെ മുകൾ ഭാഗത്തായിട്ട് യെല്ലോയും പിന്നെ ലൈറ്റ് ബ്രൗണും വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കണേ. പിന്നെ ആ വഞ്ചിയുടെ താഴെയുള്ള ഭാഗം ഞാനിവിടെ ലൈറ്റ് ഒരു ബ്രൗണും പിന്നെ ഡാർക്ക് ബ്രൗണും അത് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. താഴെയുള്ള പോർഷൻസ് ബ്രൗൺ ആദ്യം കൊടുത്തു. അതിന് ശേഷം ഡാർക്ക് ബ്രൗൺ ഉണ്ട്, ഈ ബ്രൗണിൻ്റെ തന്നെ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള ഒരു ബ്രൗൺ വെച്ചിട്ട് താഴെ കൊടുക്കാം. ഇനി ഇതിൻ്റെ വഞ്ചിയുടെ ആ താഴെയുള്ള പോർഷൻസ് ചില ഇങ്ങനെ ബ്ലാക്ക് ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ ബ്ലാക്ക് വേണമെന്നുണ്ടെങ്കിൽ അവസാനം എല്ലാം പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് ബ്ലാക്ക് കൊടുക്കാം. അത് പക്ഷേ ശ്രദ്ധിച്ച് കൊടുക്കണം, കാരണം അപ്പുറത്തൊക്കെ വെള്ളമാണ്. അതുകൊണ്ട് പിന്നെ ഈ ഇരിക്കാനുള്ള പലക പോലെയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ബ്രൗണും പിന്നെ ഉള്ളിലുള്ള പോർഷൻസ് ഡാർക്ക് ബ്രൗൺ വെച്ചിട്ട് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഇമേജ് ഇവിടെ ഓൾമോസ്റ്റ് കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഉണ്ണികൾക്കും ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ഇതുപോലെ വെക്കേഷനൊക്കെ ഇരുന്നിട്ട് നന്നായിട്ട് വരച്ച് കളർ ചെയ്തൊക്കെ പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ ഡ്രോയിങ് ഒക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ആവും. അപ്പോൾ ചേച്ചി ഇപ്പോൾ ഇങ്ങനെ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ കറക്റ്റായിട്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇമേജ് കാണിച്ചു തരാം. അപ്പോൾ ഇതിലിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷൻ ചോദിക്കുക. അപ്പോൾ അടുത്ത സൺഡേ ആണ് അടുത്ത വീഡിയോ ക്ലാസ് വരാം. അപ്പോൾ ആ ക്ലാസ് വരെ നിങ്ങൾ ഗൂഗിളിൽ നിന്ന് കുറച്ച് ഇമേജസ് ഇതുപോലത്തെ സീനറീസൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് കുറച്ചൊക്കെ ഇതുപോലെ എളുപ്പമുള്ള സീനറീസ് നോക്കിയിട്ട് വരച്ച് പഠിക്കാം. ഇത് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിൽ നോക്കിയിട്ട് നിങ്ങൾ ഇത് വരച്ച് പഠിക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. വീഡിയോ ഇപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഞാനത് നെക്സ്റ്റ് വീഡിയോയിൽ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.